ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ NRIs ഇൻകം ടാക്സ് പോർട്ടലിൽ നിങ്ങളുടെ റെസിഡൻസി സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 3.5 crores ഡിമാൻഡ് നോട്ടീസാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. എൻ്റെ സുഹൃത്ത് 2010 മുതൽ NRI ആണ്. 2017 അദ്ദേഹം നാട്ടിൽ ഒരു ലാൻഡ് വാങ്ങി. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡിമാൻഡ് നോട്ടീസ് വന്നിരിക്കുന്നത്. ആ സമയങ്ങളിലൊന്നും എൻ്റെ സുഹൃത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറുണ്ടായിരുന്നില്ല. 2022 മുതലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അന്നും പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2023 അദ്ദേഹത്തിന് ഈ ഡിമാൻഡ് നോട്ടീസ് വരുന്നത്. 2024 വീണ്ടും നോട്ടീസ് അയച്ചു. ഇതിന് മുന്നേ ഉള്ള നോട്ടീസ് ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പെനാൽറ്റി കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് 2024 നോട്ടീസ് അയക്കുന്നത്. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് 2017 അദ്ദേഹത്തിന്റെ റെസിഡൻസി സ്റ്റാറ്റസ് റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ളതാണ്. ഇൻകം ടാക്സ് പോർട്ടലിൽ റെസിഡൻസി സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഏണിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ഇന്ത്യയിലെ ടാക്സ് ലാ പ്രകാരം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിരുന്നു. അത് ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പെനാൽറ്റീസും അതിൻ്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും വലിയ എമൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഇൻകം ടാക്സ് പോർട്ടലിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തില്ല എന്നുള്ളത്. എന്നാൽ അദ്ദേഹം സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഈ ഒരു നോട്ടീസ് വരികയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരികയില്ല. അദ്ദേഹത്തോട് അപ്പീലിന് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അപ്പീലിന് പോയി. അപ്പോൾ അദ്ദേഹത്തിനോട് 2016 മുതലുള്ള സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഒരുപാട് സമയം നമ്മുടെ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് NRIസിന് പലപ്പോഴും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ പാൻ കാർഡ് എടുക്കുന്ന സമയത്ത് റെസിഡന്റ് എന്നുള്ള സ്റ്റാറ്റസ് തന്നെയായിരിക്കും ഉണ്ടാകുക. നമുക്കത് നോൺ റെസിഡന്റ് എന്നാക്കാൻ വേണ്ടി ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ പോവുക. ഈസി ആയിട്ട് പാൻ കാർഡ് ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്താണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക. അവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിലുണ്ട്. അവിടെ പോയി നിങ്ങളുടെ സ്റ്റാറ്റസ് റെസിഡന്റ് എന്നുള്ളതാണെങ്കിൽ നോൺ റെസിഡന്റ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതോടുകൂടി നിങ്ങളുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നതാണ്. അതേപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. 2023 മാർച്ച് 31 മുന്നേ എല്ലാ പാൻ കാർഡ് ഹോൾഡേഴ്സും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ NRIസിന് അതിന് എക്സംഷൻ ഉണ്ട്. NRIസിന് ആധാർ കാർഡ് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് പാൻ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടതും മാൻഡേറ്ററി അല്ല. പക്ഷേ നിങ്ങളുടെ പാൻ കാർഡ് സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ റെസിഡന്റ് ഇന്ത്യൻസിനായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഇനോപ്പറേറ്റീവ് എന്ന കാറ്റഗറിയിലേക്ക് പോകും. ഇനോപ്പറേറ്റീവ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ NRIസിന്റെ കേസിൽ ജെ ഓഫീസ് വിസിറ്റ് ചെയ്ത പാൻ കാർഡിന്റെ കോപ്പിയും പാസ്പോർട്ടിന്റെ കോപ്പിയും അതേപോലെ തന്നെ കറണ്ട് റെസിഡൻസി പ്രൂഫും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ ഓൺലൈനായിട്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ ഗ്രീവ്നസ് എന്ന സെക്ഷനിൽ പോയിട്ടും നിങ്ങൾക്ക് പാൻ കാർഡ് ഓപ്പറേറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതേപോലെ NRIസിന് പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്കിങ് മാൻഡേറ്ററി അല്ലെങ്കിലും NRIs ആധാർ കാർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നത് തന്നെയാണ് റെക്കമെൻഡബിൾ. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള സമയപരിധി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ലിങ്ക് ചെയ്യണമെങ്കിൽ 1000 രൂപ ഫൈൻ അടിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി NRIസിന്റെ കേസിൽ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. നിങ്ങളുടെ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് എന്ന കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ TDS ഹൈ റേറ്റിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉയർന്ന ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ NRI സുഹൃത്തുക്കളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ പാൻ കാർഡ് സ്റ്റാറ്റസ് ഇൻകം ടാക്സ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ നോൺ റെസിഡന്റ് എന്ന രീതിയിലേക്ക് മാറ്റുക. ഇനി നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ 1000 രൂപ ഫൈൻ അടിച്ചിട്ടാണെങ്കിലും നിങ്ങളത് ലിങ്ക് ചെയ്യുക. പ്രോപ്പറായിട്ട് തന്നെ പോവുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സംഷൻ ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ആ എക്സംഷൻ ഇതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടുതൽ ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഡിജിറ്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും, നിങ്ങളുടെ ATM ട്രാൻസാക്ഷൻസ് വരെ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് യാതൊരു ലീഗൽ പ്രശ്നങ്ങളും വരുന്നതല്ല. പിന്നീട് എന്തെങ്കിലും ലീഗൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് പുറകെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാം ലീഗലായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് മാക്സിമം നിങ്ങളുടെ NRI സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. കാരണം ഇത് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.